പ്രണയമണിത്തൂവൽ ഭാഗം 25. കാലും മുഖവും ഒക്കെ കഴുകി ഫ്രഷായി ദീപക് മുറിയിലേക്ക് വന്നു. മുറിയിൽ അഭിയെ കാണഞ്ഞ് അവനൊന്ന് സംശയിച്ചു. സമയം കുറയായല്ലോ, ഇവനിത് എവിടെ പോയതാ? ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. അതും പറഞ്ഞ് ദീപക് ഫോണെടുത്ത് അഭിയുടെ നമ്പർ ഡയൽ ചെയ്തു. കട്ടിലിനടിയിൽ ശ്വാസം അടക്കി പിടിച്ച് കിടക്കുകയായിരുന്നു അഭി. അപ്പോഴാണ് അവൻ ഫോൺ അടിച്ചത്. അവനും പ്രിയയും ഞെട്ടി. പ്രിയ പരിഭ്രമത്തോടെ ഗീതുവിനെ നോക്കി. അഭി വേഗം ഫോണെടുത്ത് കട്ട് ചെയ്ത് വോളിയം കുറച്ചു വെച്ചു. ഉറക്കത്തിൽ ശബ്ദം കേട്ടതും ഗീതു ഒന്ന് ഞരങ്ങി. കണ്ണു തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റിരുന്ന് പ്രിയയെ നോക്കി. ആരുടെ ഫോണാണ് ചേച്ചി അടിക്കുന്നത്? ഉറക്കച്ചടപ്പോടെ അവൾ ചോദിച്ചു. പ്രിയയും എഴുന്നേറ്റിരുന്നു. അത് എൻ്റെ ഫോണാ മോളെ, അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. ചേച്ചിയുടെ ഫോണോ? അതിന് ചേച്ചിയുടെ റൂം ടോൺ ഇതല്ലല്ലോ, അവൾ സംശയത്തോടെ ചോദിച്ചു. അത് ഞാൻ റിംഗ് ടോൺ മാറ്റിയിരുന്നു, അവൾ പറഞ്ഞു. ഓ, ആര് ചേച്ചി ഈ നേരത്തെ വിളിച്ചത്? അറിയില്ല ഗീതു, ഏതോ അൺനോൺ നമ്പറാ. അൺനോൺ നമ്പറോ? ആരാ അത്? ആർക്കറിയാം, ചില ഞരമ്പന്മാരുണ്ടല്ലോ രാത്രി ആകുമ്പോൾ പെൺപിള്ളേരുടെ നമ്പർ കണ്ടെത്തി വിളിച്ച് ശല്യം ചെയ്യാൻ. അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ആണോ? എന്നാൽ അവന്മാർ വെറുതെ വിടരുത്. ചേച്ചി നമ്പർ ഇങ്ങനെ ആ മാർക്കിട്ടിട്ടുണ്ട്, നല്ല തെറി പറഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അവൾ ഞെട്ടി. അതൊന്നും വേണ്ട മോളെ, ചിലപ്പോൾ ആരെങ്കിലും നമ്പർ തെറ്റി വിളിച്ചതായിക്കൂടെ, നീ കിടന്നോ. അതും പറഞ്ഞ് പ്രിയ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. ഒപ്പം ഗീതുവും. അവൾ ഉറങ്ങിയതും പ്രിയ തല താഴ്ത്തി അവനെ നോക്കി. എന്തായി? അവൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഇറങ്ങി, പതുക്കെ ഇറങ്ങി വാ, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവൻ പതിയെ നിരങ്ങി പുറത്തേക്ക് വന്നു. ഇരുവരും ഗീതുവിനെ നോക്കി. അവൾ തിരിഞ്ഞു കിടന്ന് നല്ല മയക്കത്തിലായിരുന്നു. ഇരുവരും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. വേഗം പോകാൻ നോക്ക്, അവൾ പറഞ്ഞു. അവൻ വേഗം പുറത്തേക്ക് നടന്നു. ഈ സമയം അഭിയെ കാണാതെ സംശയിച്ചിരിക്കുകയായിരുന്നു ദീപക്. ഇവനിത് എവിടെ പോയി? ഇനി പ്രിയയുടെ മുറിയിലേക്ക് എങ്ങാനും പോയി കാണോ? ഓ, ഇവിടെ കൊണ്ട് തോറ്റു. നാടകം മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കണ്ടില്ലേ, രാത്രി പൂച്ച പാല് കട്ട് കുടിക്കാൻ പോയേക്കുന്നു. അല്ലെങ്കിൽ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിടക്കണ മത്തിയും മുന്നിലിട്ട് എത്രയാന്ന് വെച്ചാൽ പൂച്ച വെറുതെ നോക്കിയിരിക്കുക. ഏതായാലും ഒന്ന് പോയി നോക്കാം. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ശബ്ദമുണ്ടാക്കാതെ അവൻ പ്രിയയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഇരുട്ടായതുകൊണ്ട് തന്നെ ചുറ്റും നോക്കിക്കൊണ്ടാണ് അവൻ നടന്നത്. ഈ സമയം ചിരിച്ചുകൊണ്ട് വരികയായിരുന്നു അഭി. അവനുമായി കൂട്ടുമുട്ടി. ദീപക് അലാറം വിളിക്കാനിടയ്ക്കെത്തും അഭി അവൻ്റെ വാ പൊത്തി. ഒച്ച വയ്ക്കാത്തേടാ, എല്ലാവരും എഴുന്നേറ്റ് വരും, അവൾ പതിയെ പറഞ്ഞു. നീ ഇത് എവിടെ പോയതാ ഈ പാതിരാത്രിയിൽ? അത് പിന്നെ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോയതാ. ദീപക് അത് വിട്ട് വാ പൊളിച്ചു. അതിന് ബാത്റൂം മുറി തന്നെ ഇല്ലേ? അവിടുത്തെ ഫ്ലഷ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ആര് പറഞ്ഞു? ഞാനിപ്പോൾ പോയി വന്നതല്ലേ ഉള്ളൂ. അത് പിന്നെ അവൻ നിന്ന് പരിങ്ങി. പ്രിയയുടെ മുറി നന്നായി വർക്ക് ചെയ്യുന്നുണ്ടാകും അല്ലേ? പോടായിരുന്നു. നീയാണ് വിചാരിച്ചതുപോലെ അല്ലല്ലോ. എന്നിട്ടെന്താ വലത് നടന്നോടാ, അവൻ കള്ളച്ചിരിയോടെ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അഭി അവനെ തുറച്ചു നോക്കി. നീ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്? പോടാ, അവൻ ദേഷ്യത്തോട് പറഞ്ഞു. അപ്പോൾ ഒന്നും നടന്നില്ല അല്ലേ? അവൻ ഇടിച്ചുകൊണ്ട് ചോദിച്ചു. വിടാത്ത വാടാ. അഭി അവനെയും പിടിച്ച് നടക്കാനൊഴുകിയതും പെട്ടെന്നൊരു പെണ്ണിൻ്റെ ചിരി കേട്ട് ഇരുവരും ഞെട്ടലോടെ നിന്നു. എന്താടാ അത്? ഒരു പെണ്ണിൻ്റെ ചിരിയല്ലേ കേട്ടത്? ദീപക് വിറച്ചുകൊണ്ട് ചോദിച്ചു. നീയും കേട്ടല്ലേ? ഞാൻ കരുതി എനിക്ക് തോന്നിയതാണെന്ന്. ഇരുവരും ഭീതിയോടെ ചുറ്റും നോക്കി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇനി വല്ല പ്രേതമോ മറ്റോ ആയിരിക്കുമോ? ദീപക് ചോദിച്ചതും അഭി അവനെ തുറച്ചു നോക്കി. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാത്തേടാ. ഇനി നമ്മൾ എന്ത് ചെയ്യടാ? എങ്ങനെ മുറിയിൽ പോകും? ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ കൈ രണ്ട് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ ഓടാം. അതും പറഞ്ഞ് ദീപക് അഭിയുടെ കയ്യും പിടിച്ച് ഓടിയതും പെട്ടെന്ന് എന്തോ കണ്ടു നിന്നു. പിന്നെ അമ്പരപ്പോടെ വായും പൊളിച്ച് നിന്നുപോയി. നിനക്കിതെന്തു പറ്റി എടാ? അഭി ചോദിച്ചു. അത് നോക്കി. ദീപക് ചൂണ്ടിക്കാട്ടിയിടത്തേക്ക് നോക്കിയതും അവനും വായും പൊളിച്ചിരുന്നു പോയി. വരാന്തയുടെ ഇടനാഴിയിൽ മച്ചിൻ്റെ മുകളിലേക്ക് പോകാനുള്ള ഗോവണിപ്പടിയിൽ ഗോകുലിൻ്റെ തവളയിൽ തലചായ്ച്ച് കയ്യിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന നിമ്മി. ദൈവമേ, ഇതെപ്പോൾ സംഭവിച്ചടാ? ദീപക് ചോദിച്ചു.
എനിക്കറിയില്ല. എന്നാലും ഇവനാള് കൊള്ളാലോ. മിണ്ടപ്പൂച്ച കാലോടയ്ക്കെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം കണ്ടു, ബോധ്യായി. ദീപക് പറഞ്ഞു. ഏതായാലും കൊള്ളാം. രണ്ടാളും അവർ കാണാതെ ഒളിച്ചിരുന്നു. ഇരുവരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡാ വാ, നമുക്ക് പോകാം. വെറുതെ എന്തിനാ സ്വർഗത്തിൽ കട്ടുറമ്പാകുന്നത്? ദീപക് പറഞ്ഞു. ശരി വാ. ഇരുവരും ഇരുട്ടിലൂടെ നടന്നു. ഛേ, ഒന്നും കാണാൻ പറ്റുന്നില്ല. നീ ആ ഫോണെടുത്ത് ലൈറ്റ് അടിച്ച്. ദീപക് പറഞ്ഞു. അബി ഫോൺ എടുക്കാൻ നോക്കി. പോക്കറ്റിൽ ഫോൺ കാണാഞ്ഞ് അവൻ പരിഭ്രമിച്ചു. എടാ, ഇത് ഫോൺ കാണുന്നില്ലേ? നീ ഫോൺ എടുത്തിരുന്നില്ലേ? ആ, അതെൻ്റെ കയ്യിലുണ്ടായിരുന്നതാ. പിന്നെ എവിടെ പോയി? അവൻ ആലോചിച്ചു. അയ്യോ എടാ, നീ വിളിച്ചപ്പോൾ ഞാൻ കട്ട് ചെയ്ത്. ഞാനത് കട്ട് ചെയ്ത് കട്ടിലിൻ്റെ അടിയിൽ തന്നെ വെച്ചു. അവിടെയാണെന്നാ തോന്നുന്നത്. കട്ടിലിൻ്റെ അടിയിലോ? അത് പിന്നെ പെട്ടെന്ന് ഗീത് കയറി വന്നപ്പോൾ ഞാൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു. അതാ, അവൻ ചമ്മനോട് പറഞ്ഞു. ദീപക് ആദ്യം വായും പൊളിച്ച് നിന്നു. പിന്നെ അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഈശ്വരാ, നിന്നും പോലെ കയറിയിട്ടും വരെ കാണില്ല മോനെ. സ്വന്തം ഭാര്യയെ കാണാൻ പോയിട്ട് കട്ടിലിൻ്റെ അടിയിൽ ഒളിക്കേണ്ടി വന്നല്ലോ. കഷ്ടം തന്നെ. അബി അവനെ രൂക്ഷമായി നോക്കി. ഡാ, മതി എണിച്ചത്. ഞാൻ പോയി അത് എടുത്തിട്ട് വരട്ടെ. ആരെങ്കിലും വിളിച്ച പ്രശ്നമാകും. ഏതുവിൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയ ഗൂലുമാലാകും. എന്ന് വേഗം പോയി എടുത്തിട്ട് വാ. ഞാൻ ഇവിടെ നിൽക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ സിഗ്നൽ തരാം. ശരി. അബി വേഗം മുറിയിലേക്ക് ചെന്നു. കതക് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പതിയെ തുറന്ന് അകത്ത് കയറി. പ്രിയയും ഗീതവും നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ നടക്കാനൊരുങ്ങിയത് പെട്ടെന്ന് നിന്നു. അവിടെ വെച്ചിരുന്ന ഒരു പുതപ്പെടുത്ത് തലവഴി മൂടി. ഇതിരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്, അവൻ പറഞ്ഞു. പിന്നെ നിലത്ത് മുട്ടുകുത്തിയിരുന്നു. കട്ടിലിൻ്റെ അരികിലേക്ക് നിരങ്ങി ചെന്നു. ഫോണെടുത്ത് ആശ്വാസത്തോടെ അവനെ എഴുന്നേറ്റു. പെട്ടെന്ന് എന്തോ അനക്കം കേട്ട് ഗീതു ഒന്ന് ഞരങ്ങി തിരിഞ്ഞു കിടന്നത് പുതപ്പ് തലവഴി മൂടി നിൽക്കുന്ന ഒരാളെ കണ്ട് ഞെട്ടി ചാടി എഴുന്നേറ്റു. ആരത്? അവൾ പേടിയോട് ചോദിച്ചു. അവൻ ഞെട്ടി. ഈശ്വര, ഇവൾ എഴുന്നേറ്റു. ഇനി ഇവിടെ നിന്ന് പ്രശ്നമാകും. അതും പറഞ്ഞ് അവൻ പുതപ്പ് പൊതിച്ച് പുറത്തേക്കോടി. കള്ളൻ, കള്ളൻ! ഗീത ഉറക്കി നിലവിളിച്ചു. അത് കേട്ടതും പ്രിയ ചാടി എഴുന്നേറ്റു. എന്താ മോളെ? ചേച്ചി, ഒരു കള്ളൻ പുറത്തേക്ക് പോയി, വാ നമുക്ക് പിടിക്കാം. അതും പറഞ്ഞ് അവൾ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസ് എടുത്ത് പിന്നാലെ ഓടി. പ്രിയ ആകെ അന്തം വിട്ട് നിന്ന് പോയി. കള്ളനോ? അബിയുടെ നേരത്തെ പോയതല്ലേ? ഇനി എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കോ? ഈശ്വര! അവൾ ഭീതിയോടെ അവളുടെ പിന്നാലെ ഓടി. ഈ സമയം പുതപ്പം പൊളിച്ച് ഓടുകയായിരുന്നു അബി. നിൽക്കണം അവിടെ എന്ന് പറഞ്ഞ് അവൾ ഫ്ലവർ വേസ് എടുത്ത് അവിടെ നേരെ എറിഞ്ഞു. പ്രിയ സ്തംഭിച്ച് നിന്ന് പോയി. അപ്പോഴേക്കും അബി ഇടത്തേക്ക് തിരിഞ്ഞോടി. ബഹളം കേട്ട് അവിടേക്ക് വന്ന ദീപുവിൻ്റെ കാലിൽ അത് ചെന്ന് വീണു. എൻ്റെ കാല് പോയേ! അവൻ അലറി വിളിച്ചു. ഗീതു ആകെ ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ബഹളം കേട്ട് എല്ലാവരും വന്നു. കാലും പിടിച്ച് നിലവിളിക്കുന്ന ദീപകിനെ കണ്ട് എല്ലാവരും അമ്പരന്നു. അയ്യോ ദീപു, എന്തു പറ്റി നിനക്ക്? എല്ലാവരും ആശങ്കയോടെ ചോദിച്ചു. എൻ്റെ കാല് പോയേ, അയ്യോ! അവൻ പറഞ്ഞു കരഞ്ഞു. എന്താ ഉണ്ടായത്? അത് ഉറക്കത്തിന് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുറിൽ പുതപ്പം വെച്ച് ഒരു അരൂപം നിൽക്കുന്നത് കണ്ടു. ഞാൻ കള്ളനെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ അയാൾ ഇറങ്ങി ഓടി. അയാളെ പിടിക്കാൻ ഫ്ലവർ വേസ് എടുത്ത് എറിഞ്ഞതാ. അയാൾ മാറിക്കളഞ്ഞു. അപ്പോഴാണ് ദീപക്കേട്ടൻ വന്നത്. ഗീത പറഞ്ഞു. കള്ളനോ? എന്നിട്ട് ഇവിടെ? എല്ലാവരും ഭീതിയോടെ ചോദിച്ചു. ഇതുവഴി ഓടിപ്പോയി. ഈശ്വര! അപ്പോൾ അപ്പുറത്ത് നിന്ന് ഒന്നും അറിയാത്ത പാവത്തിൽ അബി അവിടേക്ക് വന്നു. എന്താ ഇവിടെ? അയ്യോ ദീപു, നിനക്കെന്താ പറ്റി? അവൻ ആശങ്കയോട് ചോദിച്ചു. ദീപക് അവനെ തുറച്ചു നോക്കി പല്ല് കടിച്ചു. ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ എഴുന്നേറ്റതാ. അപ്പോഴാണ് ഗീതുവിൻ്റെ നിലവിളി കേട്ടത്. കാര്യം എന്താണെന്ന് അറിയാൻ ഓടി വന്നതാ. അപ്പോഴേക്കും ഇവിടെ വലിച്ചിരുന്ന ഫ്ലവർ വേസ് എൻ്റെ കാല് വന്ന് വീണു. എനിക്ക് വേദനിച്ചിട്ട് വയ്യടാ, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അബി, നീ ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. നല്ല കനമുള്ള ഫ്ലവർ വേസാ. കാലിൽ വീണതുകൊണ്ട് എല്ലിന് വരെ പൊട്ടലോ ചതവോ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല, രവി പറഞ്ഞു. ശരി ചെറിയമ്മാവാ. ദീപു വാ. അബി അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു.
ഇവന് പകരം ആ കള്ളൻ്റെ ദേഹത്തെങ്ങാനും ആയിരുന്നു വേണ്ടിയിരുന്നെങ്കിൽ അവൻ്റെ കഥ അതോടെ കഴിഞ്ഞേനെ. രാഗിണി പറഞ്ഞു. അഭിയും പ്രിയയും ഒരുപോലെ ഞെട്ടി. അഭിയേട്ടാ, ഞാനും കൂടി സഹായിക്കാം. അതും പറഞ്ഞ് ഗോകുലും അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി. നിനക്ക് ഞാനും കൂടി വരാം. ഗോകുലും അവർക്കൊപ്പം കാറിൽ കയറിപ്പോയി. എന്നാലും കഷ്ടമായിപ്പോയി. എല്ലാവരും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നതും ഗീതു കുറ്റബോധത്തോടെ അവിടെ നിന്നു. ആശുപത്രിയിൽ പോയി പുലർച്ചയോടെ അവർ തിരികെ വന്നു. ഗീതുവിന് കിടന്നിട്ടാണെങ്കിൽ പിന്നെ ഉറക്കവും വന്നില്ല. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ശബ്ദം കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. കാലിൽ കെട്ടുമായി ഗോകുലിൻ്റെ കൈയും പിടിച്ച് ദീപക് ഞൊണ്ടിക്കൊണ്ട് അകത്തേക്ക് വന്നു. അവനെ ഹാൾമുറിയിലെ സോഫയിലിരുത്തി. എന്താ ഡോക്ടർ പറഞ്ഞത്? അവൾ ആശങ്കയോട് ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ചതവ്, പുരട്ടാനൊരു മരുന്ന് തന്നിട്ടുണ്ട്. അത് തടവി കാല് 2 ദിവസം അനക്കാതെ വെച്ചാൽ മതി എന്നാ പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞ് കെട്ടഴിച്ചോളാനാ ഡോക്ടർ പറഞ്ഞത്. ഗോകുൽ പറഞ്ഞു. അത് കേട്ടതും അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഇപ്പം കൊണ്ടുവരാം. ഇത് ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്നു. അതെ, ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞ് ഗോകുൽ പുറത്തേക്ക് നടന്നു. ഇനി എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, എനിക്കൊന്ന് കിടന്നാൽ മതി. അത് പറഞ്ഞ് അവൻ എഴുന്നേൽക്കാൻ ഒരുക്കിയതും വീഴാറായി. ഇത് ഓടുവെന്ന് അവനെ പിടിച്ചു. തോളിലൂടെ അവൻ്റെ കൈ എടുത്തിട്ടു. ഞാൻ റൂമിൽ കൊണ്ടാക്കാം. അതും പറഞ്ഞ് അവൾ അവനെയും പിടിച്ച് നടന്നു. അകത്തേക്ക് കയറി വരികയായിരുന്ന അഭി ഇത് കണ്ട് നോക്കി നിന്നു. കാലത്ത് എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. ചേച്ചി, ദീപകിന് ഭക്ഷണം കൊടുത്തോ? രവി ചോദിച്ചു. ഇല്ല, അവന് മുറിയിൽ കൊണ്ടുപോയി കൊടുക്കാം. കാലിന് വയ്യാത്തതല്ലേ, 2 ദിവസം റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഗോമതി പറഞ്ഞു. അപ്പോൾ അബിയുടെ കൈയും പിടിച്ച് ദീപക് അവിടേക്ക് വന്നു. എന്തിനാ മോനെ നീ ഇങ്ങോട്ട് വന്നത്? ഭക്ഷണം അവിടെ കൊണ്ട് തരില്ലായിരുന്നോ? ഗോമതി ചെന്ന് അവനെ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. അത് സാരമില്ല ആൻറ്റി, ഇവിടെ നിങ്ങളെല്ലാവരുടെയും കൂടി ഇരുന്ന് കഴിക്കുന്ന സുഖം അവിടെ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ച് കിട്ടില്ല, അവൻ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. രാഗിണി, അവന് ഭക്ഷണം കൊടുക്ക് എന്ന് പറഞ്ഞു. രാഗിണി ഇഡലി എടുക്കാൻ ഒരുങ്ങിയതും ഗീതു വന്ന് അതെടുത്ത് അവൻ്റെ അരികിലേക്ക് ചെന്നു. ഇഡലി എടുത്ത് പാത്രത്തിൽ വെച്ചു. 4 കഴിഞ്ഞ് 5 എണ്ണമായതും അവൻ കണ്ണു മേഴിച്ചു. മതി, നല്ലോണം കഴിക്ക്, മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ, അവൾ പറഞ്ഞു. അബി സംശയത്തോടെ ഇരുവരെയും നോക്കി. എടാ, ഈ റൂട്ട് നിനക്ക് ക്ലിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അബി അവൻ്റെ കാതിൽ പതുക്കെ പറഞ്ഞു. അവൻ ഞെട്ടലോടെ അബിയെ നോക്കി. എന്ത്? അവൾക്ക് നിന്നോട് ഒരു ചാഞ്ചാട്ടമുണ്ടെന്ന്. അവൻ അവളെ നോക്കി, പിന്നെ തിരിഞ്ഞ് അബിയെയും നോക്കി. ആണോ? എന്താ നിൻ്റെ അഭിപ്രായം? ഷോക്കടിച്ചില്ലെങ്കിൽ ഈ ലൈൻ ഞാൻ വലിക്കാം, അബി ഒന്ന് ചിരിച്ചു. അവൻ മൂളിക്കൊണ്ട് തലയാട്ടി. അവൻ അമ്പരപ്പോടെ അവനെ നോക്കി, പിന്നെ സന്തോഷത്തോടെ ചിരിച്ചു. പിന്നെ ഇന്നലെ രാമകൃഷ്ണൻ വിളിച്ചിരുന്നു. അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അവരിങ്ങ് എത്തുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു ഡേറ്റ് നോക്കണം, ഹരി പറഞ്ഞു. എല്ലാവരും ഒരു നിമിഷം മൗനമായി. അബിയും പ്രിയയും ദീപവും പരസ്പരം നോക്കി. അങ്ങനെ ആവട്ടെ, അബി പറഞ്ഞു. വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് പാലക്കാട്ടേക്ക് പോകണം, അബി മനസ്സിലുറപ്പിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം മുകളിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു ദീപക്. അബി അവനെ പിടിച്ചു. സ്റ്റെയർ കയറാൻ ഒരുങ്ങിയപ്പോഴാണ് ഗീതു മാറി നിന്ന് അവനെ നോക്കുന്നത് അബി ശ്രദ്ധിച്ചത്. അവനൊരു ഐഡിയ തോന്നി. എടാ, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാവേ. അതും പറഞ്ഞ് അവൻ നടന്നു. എടാ, എവിടെ പോവാ? എന്നെ ഒന്ന് മുറി കൊണ്ടാക്കിയിട്ട് പോടാ, ദീപക് വിളിച്ചു പറഞ്ഞെങ്കിലും അവൻ മൈൻഡ് ചെയ്യാതെ നടന്നു. അപ്പോൾ ഗീതു അവൻ്റെ അരികിലേക്ക് വന്നു. അബീനെ എവിടേക്കാണ് പോയത്? എന്നെ ഒന്ന് മുറി കൊണ്ടാക്കിയിട്ട് പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ കൊണ്ടുവിടാൻ വേണമെങ്കിൽ, അതും പറഞ്ഞ് അത് കേട്ടതും അവനൊന്നും അല്ലാതെ. തനിക്ക് ബുദ്ധിമുട്ടാവില്ലേ? അവൻ ജാളിതയോട് ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ കൊണ്ടുവിടാം, അതും പറഞ്ഞ് അവൾ അവൻ്റെ കൈയെടുത്ത് തോളിലേക്കിട്ടു. ഇരുവരും മുകളിലേക്ക് നടന്നു. ചുവരിൻ്റെ മറവിൽ നിന്ന് അബി ഇതെല്ലാം കണ്ട് ചിരിച്ചു. മുറിയിലെത്തിയതും അവൾ അവനെ കട്ടിലിൽ കൊണ്ടിരുത്തി. മരുന്ന് കഴിക്കാനല്ലേ ഇപ്പോൾ?
ഉണ്ട്, ആ മേശപ്പുറത്തിരിപ്പുണ്ട്. അവൾ ചെന്ന് ഗുളികയും വെള്ളവും എടുത്തുകൊണ്ട് വന്നു. അവനത് വാങ്ങിക്കഴിച്ചു. അപ്പോഴാണ് മേശമേലൊരു ഓയിൽമെൻ്റ് ഇരിക്കുന്നത് അവൾ കണ്ടത്. അവളത് എടുത്തു നോക്കി. ഇത് പുരട്ടേണ്ടതല്ലേ? ആ, ദിവസം 2 നേരം പുരട്ടി കെട്ടാനാണ് ഡോക്ടർ പറഞ്ഞത്. ഓ, രാവിലെ മരുന്ന് വെച്ചോ? ഇല്ല. എന്നാ ഞാൻ പൊട്ടി തരട്ടെ? അവൻ കണ്ണുമീഴ്ച അവളെ നോക്കി. അവൾ ഒന്നും മിണ്ടാതെ ചെന്ന് കാലിലെ കെട്ടഴിച്ചു. ഓയിൽമെൻ്റ് എടുത്ത് സാവകാശം പുരട്ടി. അവൻ അവളെ നോക്കിയിരുന്നു. വാതിലിൻ്റെ മറവിൽ നിന്ന് എത്തി നോക്കി അഭി ഈ രംഗം കണ്ട് അമ്പരന്ന് പോയി. ചേടാ, ഇവളിവിടെ ഇവിടെ കൊണ്ടാക്കട്ടെ എന്ന് കരുതി മാറി തന്നപ്പോൾ ഇപ്പോഴത്തെ അവരെ ശുശ്രൂഷിക്കുന്നത് വരെ എത്തിയ കാര്യങ്ങൾ. ഇത് കൊള്ളാമല്ലോ, അവൻ പറഞ്ഞു. ഗീതു മരുന്നൊക്കെ പുരട്ടി കെട്ടി. എനിക്കിരുന്നോളൂ, എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അവൾ പറഞ്ഞു. അപ്പോൾ അഭി ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടേക്ക് വന്നു. ആ, നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ഞാനൊരു കോൾ ചെയ്യാൻ വേണ്ടി പോയതാ. തിരിച്ചു വന്നപ്പോൾ നീയില്ല. ഗീതു, നീയാണോ ഇവനെ എവിടെ കൊണ്ടുവന്നേ? അതെ, അത് ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ നിന്ന് പറഞ്ഞി. ഡാ, നിനക്ക് മരുന്ന് വയ്ക്കണ്ടേ? അവൻ ചോദിച്ചു. പിന്നെ അവൻ്റെ കാലിലേക്ക് നോക്കി. ആഹാ, കാല് കിട്ടിയോ? ഇതാരാ ചെയ്തേ? അത് പിന്നെ ഞാൻ. അവൾ ചമ്മലോടെ നിന്നു. എന്താ മോളെ, കാലൊടിച്ചതിൻ്റെ പ്രായശ്ചിത്താണോ അതോ ഇത് ഇനി വേറെ വല്ല രോഗമാണോ? അഭി ചോദിച്ചു. അവൾ നാണത്തോടെ മുഖം കുനിച്ചു. ഒന്ന് പോ അഭിയേട്ടാ, അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നാണത്തോടെ അവൾ പുറത്തേക്കൂടി. അതുകൊണ്ട് ഇരുവരും ചിരിച്ചു. എന്തിനാണ് വെറുതെ അവളെ? ദീപക് ചോദിച്ചു. അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഒരു ടെസ്റ്റ് ഡോസ് നടത്തിയതാ, അവൻ പറഞ്ഞു. അല്ല എടാ, അങ്കിൾ പറഞ്ഞത് നീ കേട്ടില്ലേ? രാമകൃഷ്ണനും നീലിമയും വില്ലേജ് ഇങ്ങെത്തും. അതിനു മുമ്പ് പാലക്കാട് പോകണ്ടേ നമുക്ക്? അവൻ്റെ മുഖം ഗൗരവമായി. 2 ദിവസം കഴിഞ്ഞ് നിന്റെ കെട്ടഴിച്ചിട്ട് പോകാം. എന്ത് പറഞ്ഞിട്ടാ ഇവിടുന്ന് പോകുന്നത്? അത് നിന്റെ പുതിയ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ലൊക്കേഷൻ നോക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ മതി. നിനക്ക് വയ്യാത്തത് കൊണ്ട് ഞാനും കൂടെ വരുന്നു, അത്രേ ഉള്ളൂ, അഭി പറഞ്ഞു. അത് കൊള്ളാം, ദീപക്കും അഭിപ്രായപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് ദീപകിൻ്റെ കാലിൽ കെട്ടഴിച്ചു. അങ്ങനെ വീട്ടുകാരോട് പറഞ്ഞ് അവർ പാലക്കാട്ടേക്ക് പോകാൻ തയ്യാറായി. ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി. പ്രിയയും ഗീതവും ഇരുവരും പോകുന്നത് നോക്കി വരാന്തയിൽ നിന്നു. കണ്ണുകൾ കൊണ്ട് പ്രിയയുടെ യാത്ര പറഞ്ഞ് അഭി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ യാത്രയുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ സാധിക്കണമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇരുവരും യാത്ര തിരിച്ചു. രാമകൃഷ്ണൻ്റെ രഹസ്യങ്ങൾ തേടി തുടരും.